സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദാ എന്നു എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിനു 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതതു സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. അവിടെ 38 ആണ്ടായിട്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നുവെന്ന്. എത്ര വർഷങ്ങളായിട്ടാണെന്ന് പറയുക? 38 വർഷങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്നതായ ഒരു മനുഷ്യൻ. 1 വർഷമാണോ 2 വർഷമാണോ? ഒരു ദിവസം രോഗം വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. 3 ദിവസം ആശുപത്രിയിൽ കിടന്നാൽ എപ്പോൾ ഡിസ്ചാർജ് ആകുമെന്ന് കാത്തുകിടക്കാനിടയാകും. ഇവൻ 38 വർഷമായിട്ട് ആ കുളത്തിനരികെ കിടക്കുകയാവുന്നു. ഒരുപാട് ആളുകൾ വന്നിട്ട് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നു. എന്നാൽ ഇവൻ മാത്രം അവിടെ തന്നെ കിടക്കുകയാണ്. എന്താണ്? ഇന്ന് അനേകം വ്യക്തികളെ നോക്കുന്ന സമയത്ത് പുതുതായി വന്നതായ വ്യക്തികൾ വിശ്വാസം പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് കടന്നു പോകുന്നു. ഞങ്ങൾ പണ്ട് മുതലേ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അവിടെ തന്നെ ഇരിക്കുന്നു. എന്താണ്? എവിടെ നിന്നോ കടന്നു വന്ന ആളുകൾ രക്ഷിക്കപ്പെട്ട് കടന്നു പോകുന്നു. ഞങ്ങൾക്കെല്ലാം അറിയാം, ബൈബിൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് പറയുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് 38 വർഷമായിട്ട് സൗഖ്യമില്ലാതെ കിടക്കുന്നത്? ആ വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങിയിട്ടില്ല. എല്ലാവരോടും പറയുകയാണ്, കടന്നു വരിക, ആ മൂലയിലേക്ക് നിങ്ങൾ പോവുക, അവിടെ വെള്ളത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുക. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് സൗഖ്യം പ്രാപിച്ചു പോയി എന്ന് പറഞ്ഞ് എല്ലാവരോടും സാക്ഷ്യം പറയുന്നു. എന്നാൽ ഇവൻ മാത്രം സൗഖ്യം പ്രാപിക്കുന്നില്ല. നമ്മുടെ ഭവനങ്ങളിലും അങ്ങനെ ചിലരുണ്ട്. നിങ്ങൾ പോവുക, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് കടന്നു പോകൂ. നിങ്ങൾ വരുന്നില്ലേ? എനിക്ക് TV ഒന്ന് കാണണം. നിങ്ങളെല്ലാവരും പോവുക, എങ്കിൽ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ വീട്ടിലിരിക്കുവാൻ കഴിയൂ. അങ്ങനെ ഒരുപാട് ആളുകൾ ന്യായം പറഞ്ഞ് ജീവിക്കുന്നവരെ നമുക്ക് കാണാം. എന്നാൽ അവരുടെ ജീവിതത്തെ മാത്രം അവർ മാറ്റില്ല. മക്കളുണ്ടായിരിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. കള്ളം പറയുവാൻ പാടില്ല, സിനിമ കാണുവാൻ പാടില്ല, വഴക്കുണ്ടാക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നതാണോ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നതാണോ ചെയ്യുന്നത്? നിങ്ങൾ വചനം കേട്ടതിന് ശേഷം ലോകത്തിലേക്ക് നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ട വചനം മുഴുവനും മാറിപ്പോകും. അത് പ്രവർത്തിക്കില്ല, പ്രയോജനമാകില്ല. വചനം കേൾക്കുക മാത്രമല്ല, കേട്ട വചനത്തെ നാം അനുസരിക്കണം. ഞാൻ 30 വർഷമായിട്ട് വചനം കേൾക്കുന്നു, പുകവലി ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവർ ഭക്തന്മാരാണോ അതോ ഭക്തിയില്ലാത്തവരാണോ? ഞാൻ 10 വർഷമായിട്ട് വചനം കേൾക്കുന്നു, എന്നാൽ എനിക്ക് സീരിയൽ കാണാതിരിക്കാൻ കഴിയില്ല, സിനിമ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് എങ്കിൽ, ഞാൻ ഒരുപാട് നാളായിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നു, എന്നാൽ എനിക്ക് കോപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവർ വിശ്വാസികളാണോ അല്ലയോ? 38 വർഷമായിരിക്കുന്നു, രോഗം മാറുന്നില്ല. കടന്നു വന്നവരാകട്ടെ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുന്നു. ഇവൻ മാത്രം സീനിയർ മോസ്റ്റായിട്ട് കിടക്കുകയാണ്. അവിടെ തന്നെ അവൻ കിടക്കുകയാണ്. അവൻ കിടക്കുന്ന സമയത്ത് കർത്താവ് അവനെ കാണാനിടയായി. ആരാണ് കണ്ടത്? ഇവിടെ മുൻപിലിരിക്കുന്ന വ്യക്തികളെ മാത്രമാണ് എനിക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നത്. പിറകിലിരിക്കുന്നവരെ എനിക്ക് കുറച്ച് കാണുവാൻ കഴിയുള്ളൂ. എന്നാൽ ഈ ദിവസം ഇവിടെ നിൽക്കുന്നത് ഞാനല്ല, കർത്താവാകുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയിൽ ഞാൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞുവെങ്കിൽ കർത്താവ് ഇപ്പോൾ എവിടെയായിരിക്കുന്നു? നമ്മുടെ മധ്യയിലുണ്ട്. കർത്താവ് നമ്മെ എല്ലാവരെയും കാണുന്നു. ഞാൻ നിങ്ങളുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ കർത്താവ് എങ്ങനെയാണ് കാണുന്നത്? മനുഷ്യൻ പുറമേ ഉള്ളത് മാത്രം കാണുന്നു, എന്നാൽ ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഈ മകൾ ഒരുപാട് കഷ്ടത സഹിച്ച് ഒരുപാട് ദൂരത്ത് നിന്നാണ് ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ഇവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. ഇവർക്കൊരു പൂർണ്ണ വിടുതൽ കൊടുക്കണം, ഇവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണം, ഇവർക്കൊരു അനുഗ്രഹം കൊടുക്കണം, ഇവരുടെ ബന്ധനങ്ങളെ ഇന്ന് അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ കുളത്തിനരികിലേക്ക് കർത്താവ് കടന്നു വന്നു. അവൻ അവിടെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. അനേകം ആളുകളെ കണ്ട് പരിശോധിച്ച് വന്നതായ സമയത്ത് അവിടെ കിടക്കുന്ന ആളുകളിൽ വളരെ കഷ്ടത നിറഞ്ഞ ഒരു വ്യക്തിയെ കാണാനിടയായി. ഒരുപാട് കാലമായിട്ട് തീരാ വ്യാധിയാൽ കിടക്കുന്നതായ ആ കഷ്ടത നിറഞ്ഞ വ്യക്തിയെ തന്നെ കർത്താവ് കാണാനിടയായി. നോക്കുക, വചനം എന്താണ് പറയുന്നത്?
വായിക്കുക 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. എന്താണ്? കർത്താവ് കാണുന്നവനാണ്, പിന്നെ അറിയുന്നവനുമാണ്. കാണുന്നതും അറിയുന്നതും രണ്ടും രണ്ടാണ്. എന്നെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറയും ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. എന്നാൽ അറിയുക എന്ന് പറയുമ്പോൾ നിന്റെ പേരെന്താണ്, നിന്റെ ഭാര്യയുടെ പേരെന്താണ്, നിന്റെ വീട് എവിടാണ്, നിനക്ക് എത്ര മക്കളുണ്ട്, നിന്റെ വീട്ടിലെ സ്ഥിതി എന്താണ്, നിന്റെ ജോലി എന്താണ്, ഇവയെല്ലാത്തിനെയും കുറിച്ചും അറിയുക എന്നതാണ്. യേശുക്രിസ്തു നമ്മളെ കാണുന്ന ദൈവമാണോ, അറിയുന്ന ദൈവമാണോ? യേശുക്രിസ്തുവിന് നമ്മുടെ പഴയകാലം മുഴുവനും അറിയാം. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ അവൻ നിന്നെ കണ്ടു. മാതാപിതാക്കൾ നാം ജനിച്ചു കഴിഞ്ഞാണ് കണ്ടത്. എന്നാൽ കർത്താവ് എപ്പോഴാണ് നമ്മെ കണ്ടത്? നാം പിണ്ഡാകാരമാകുന്നതിന് മുൻപ് തന്നെ കണ്ടു. അന്നു മുതൽ ഇന്നുവരെയും നീ നടക്കുന്നതും നീ ഇരിക്കുന്നതും നീ സംസാരിക്കുന്നതും നീ ഇടപെടുന്നതും കർത്താവിന് നന്നായി അറിയാം. നീ ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അവനത് മനസ്സിലാക്കും. കാരണം അവൻ ഹൃദയങ്ങളെ ശോധന ചെയ്തറിയുന്നതായ ദൈവമാകുന്നു. ഈ വ്യക്തി അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഏറിയ കാലമായി ഇവനിങ്ങനെ കിടക്കുന്നു എന്ന വിഷയം അറിഞ്ഞ് അടുത്തേക്ക് വന്ന് അവനെ നോക്കിയിട്ട് എന്താണ് ചോദിച്ചത്? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ പ്രശ്നം എന്തായിരിക്കുന്നു? എന്തിനാണ് നീ ഇങ്ങനെ ഇത്രയും കാലം കിടക്കുന്നത്? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്തിനാണ് ഇവിടേക്ക് കടന്നു വന്നത്? നിന്റെ മദ്യപാനം ഉപേക്ഷിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ദേഷ്യം ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ? കലഹിക്കുന്നതായ നിന്റെ സ്വഭാവം ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? നിന്റെ പാപം ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കടബാധ്യതകൾ തീർക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നീ എന്ത് മറുപടി തരും? കർത്താവ് ഇവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. 7-ാമത്തെ വാക്യത്തിൽ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അനേകർ ഇങ്ങനെ ഒഴിവുകഴിവുകൾ പറയാറുണ്ട്. സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നൊരു സഹോദരനോട് ചോദിച്ചോ പറയാണ്, നോക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ പറയുക, അതൊക്കെയുണ്ട് കുറേ കാര്യങ്ങൾ. അതെന്താണ് വ്യക്തമാക്കാതെ അങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചാൽ പറയാണ്, എന്തു പറയാനാ, ഞാൻ കെട്ടിയത് അവളെയാണ്. ഏതവളുടെ കാര്യമാണ് പറയുന്നത്? ഇവന്റെ ഭാര്യയെക്കുറിച്ചല്ലേ പറയുന്നത്? ഇവനല്ലേ അവളെ കല്യാണം കഴിച്ചത്? ചില ആളുകൾ ഇങ്ങനെയാണ്, എന്തു പറഞ്ഞാലും ഭാര്യയുടെ മേൽ കുറ്റം ചുമത്തുവാൻ ഇടയാകും. അതുപോലെ ചില സ്ത്രീകളാണെങ്കിൽ പറയും എൻ്റെ ഭർത്താവ് കാരണമാണെന്ന്. അതുപോലെ സ്വന്തം മക്കളെ നോക്കിയിട്ട് പറയാറുണ്ട്, നോക്ക് ഈ രാക്ഷസന്മാർ, ഇവന്മാർ കാരണമാണ്, എന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, ചർച്ചിൽ പോകാൻ സമ്മതിക്കത്തില്ല. ഈ രാക്ഷസന്മാർ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മക്കൾ നിന്റെ സ്വത്തല്ല, ഉദരഫലം ദൈവത്തിന്റെ ദാനമാകുന്നു. മക്കൾ യഹോവയുടെ പ്രതിഫലമാകുന്നു. ഈ ദിവസം കർത്താവ് ചോദിക്കുന്നു, നിന്റെ കുറവെന്താണ്, നിന്റെ പ്രശ്നം എന്താണ് എന്ന് കർത്താവ് ചോദിക്കുന്നതായ സമയത്ത് അതിനുള്ളതായ ഉത്തരം മറ്റൊരു വ്യക്തിയെ കുറ്റം വിധിക്കുന്നതല്ല എന്ന് നിങ്ങൾ ഓർക്കണം. മനുഷ്യന്റെ ജീവിതത്തിൽ ആദാമും ഹവ്വായും പാപം ചെയ്ത അന്നു മുതൽ ഇന്നുവരെ നോക്കുമ്പോൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തെങ്കിൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയല്ലാതെ അവർ ഒരിക്കലും സ്വയം സമ്മതിക്കുകയില്ല. നിങ്ങൾക്കറിയില്ലേ, ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ, ഹവ്വായെ കൊണ്ടുവന്ന് ആദാമിന്റെ മുൻപിൽ നിർത്തിയപ്പോൾ ആദാം എന്താണ് പറഞ്ഞത്? എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയായവളെ, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമായവളെ, നരനിൽ നിന്ന് എടുത്തവളെ, നരനിൽ നിന്ന് എടുത്തതുകൊണ്ട് നിന്നെ നാരി എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് പുകഴ്ത്തി. തിന്നരുതെന്ന് കൽപ്പിച്ച പഴം തിന്നപ്പോൾ, ആദാമേ നീ എവിടെയായിരിക്കുന്നു? ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച പഴം നീ തിന്നുവോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയായവൾ, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമായവൾ തരുമ്പോൾ ഞാൻ തിന്നാതിരിക്കണമോ എന്നാണ് ചോദിച്ചത്. എന്താണ് പറഞ്ഞത്? നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നതായ ഈ സ്ത്രീ തന്നതുകൊണ്ടാണ്. ഞാൻ നല്ല വ്യക്തിയാണ്. നീ തന്നെയാണ് തന്നത്. ആരെ? ഈ ഭാര്യയെ. നീ തന്നതായ ഈ ഭാര്യ തന്നതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്, അല്ലാതെ ഞാനല്ല കുറ്റക്കാരൻ. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയാതെ പറയുകയാണ്, എനിക്കാരുമില്ല, സഹായിക്കാൻ ആരുമില്ല എന്ന്. ഇന്നുള്ള അനേകം ആളുകളും ഈ വാക്ക് പറയുന്നുണ്ട്, എനിക്ക് ആരും ഇല്ല എന്ന്.
എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല, എനിക്ക് ആരും കൂട്ടില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന അനേകം ആളുകളെ നമുക്ക് കാണാം. നിങ്ങളുടെ ഇടയിലും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. എൻ്റെ കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നതേ ഇല്ല, എന്നെക്കുറിച്ച് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എൻ്റെ പ്രശ്നങ്ങൾ എന്നെ തകർത്തു കളയുകയാണ് ചെയ്യുന്നത് എന്ന് മിക്ക ആളുകളും പറയുന്നതായ സാഹചര്യമാണ്. ഒരു കാര്യം ഓർക്കുക, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. മനുഷ്യൻ നിന്നെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ കരയുന്നതിനേക്കാൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. യേശുക്രിസ്തുവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയും, കാരണം അവൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവമല്ല. പിന്നെ നമ്മെപ്പോലെ തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെപ്പോലെ തന്നെ കഷ്ടത അനുഭവിച്ച് നമ്മെക്കാൾ അധികമായി സകല വിഷയത്തിലും പരിശോധിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ അവനറിയാം. നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണവൻ. നിനക്കാരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. നീ 38 വർഷമായിട്ട് ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും നിന്നെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ വന്നത്. നിനക്ക് ആരുമില്ല എങ്കിലും ഞാനുണ്ട് എന്ന മനസ്സോടുകൂടി കർത്താവ് അത്രയും ആളുകൾ അവിടെ കിടക്കുന്ന സമയത്തും ഈ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വന്ന് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ആരും സഹായിപ്പാനില്ല എന്ന് പറഞ്ഞപ്പോൾ 8-ാം വാക്യം, യേശു അവനോട്, എഴുന്നേറ്റു നിന്റെ കിടക്ക എടുത്തു നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി തൻ്റെ കിടക്ക എടുത്ത് നടന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ട്. 38 വർഷമായി കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ പരുക്കൾ ഉണ്ടായിരിക്കാം. അവന്റെ ശരീരത്തിൽ മുഴുവനും വ്രണങ്ങളാൽ നിറഞ്ഞിരിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കാം. എന്നാൽ കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവൻ സൗഖ്യം പ്രാപിച്ച് തൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടന്നു. യേശുക്രിസ്തുവിൻ്റെ ഒറ്റ വാക്ക് മതി, ഒറ്റ വാക്ക് മതി. മരിച്ചു 4 ദിവസമായി. ആരാണ്? കൈകാലുകൾ ബന്ധിച്ച് ശവക്കല്ലറിൽ അടക്കിയിരിക്കുന്നു. എന്താണ്? അവനെ എഴുന്നേൽപ്പിക്കുവാൻ എത്ര വാക്കുകളാണ് പറഞ്ഞത്? ലാസറേ പുറത്തുവാ. അവിടെ ലാസർ എന്ന് പ്രത്യേകം വിളിക്കാതെ വെളിയിലേക്ക് വരിക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കല്ലറയിൽ കിടന്ന എല്ലാ ശവങ്ങളും എഴുന്നേറ്റ് വന്നേനെ. അതുകൊണ്ടാണ് ലാസർ മാത്രം എഴുന്നേറ്റ് വരേണ്ടതിന് വേണ്ടി വിളിച്ചത്. ലാസറേ പുറത്തുവാ എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് നാറ്റം വമിച്ച ലാസറിന്റെ ശരീരത്തിലേക്ക് ജീവൻ വന്നു. നിന്റെ പ്രശ്നം എന്താണെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ, കർത്താവേ എൻ്റെ കുടുംബത്തെ മാറ്റണമേ, എൻ്റെ ഭർത്താവിനെ മാറ്റണമേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമെന്ന് ചോദിക്കുന്ന ദിവസം നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നമുക്ക് സ്വയം മാറുവാൻ കഴിയില്ല, നമ്മെക്കൊണ്ട് നമുക്കത് സാധിക്കില്ല. ഞാൻ നല്ലവനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതായ ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയില്ല. അതിന് ഉയരത്തിൽ നിന്ന് കടന്നു വന്ന ഒരുവൻ വേണം. യേശുക്രിസ്തു ഉയരത്തിൽ നിന്ന് കടന്നു വന്നതായ ദൈവം ആകുന്നു. അവൻ പാപം അറിയാത്തവനാണ്. നമ്മുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തമായിട്ട് തന്റെ രക്തത്തെ കൊടുത്തവനാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയെ മാറ്റുമ്പോൾ, സൗഖ്യം കൊടുക്കുമ്പോൾ, അത് നിത്യമായതായ സൗഖ്യമാണ്, നിത്യമായിട്ടുള്ള രക്ഷയാകുന്നു എന്നോർക്കണം. നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് കൽപ്പിച്ചു. അവൻ സൗഖ്യം പ്രാപിച്ച് കിടക്കയെടുത്തുകൊണ്ട് നടന്നു. 38 വർഷമായി കിടക്കുകയല്ലേ. ഇപ്പോൾ എഴുന്നേറ്റപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? എവിടെ പോകണം? സിനിമയ്ക്കോ? എവിടേക്ക് പോകണം? പാർക്കിൽ പോകണോ? എവിടേക്ക് പോകണം? യേശു പിന്നീട് അവനെ എവിടെ വെച്ചാണ് കണ്ടത്? നോക്കുക, അടുത്ത വാക്യം, 14-ാമത്തെ വാക്യം വായിക്കുക. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. എവിടെ വെച്ചാണ് കണ്ടത്? എവിടെ വെച്ചാണ് അവനെ കണ്ടത്? ആലയത്തിൽ വെച്ചാണ് കണ്ടത്. നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീ എവിടെയാണ് കാണപ്പെടേണ്ടത്? നിന്നെ സിനിമാ ഹാളിൽ കാണാൻ പാടില്ല, അശുദ്ധമായ സ്ഥലങ്ങളിൽ കാണാൻ പാടില്ല, ചാരായ ഷാപ്പിൽ കാണുവാൻ പാടില്ല. എന്താണ്? പബ്ബുകളിൽ നിന്നെ കാണുവാൻ പാടില്ല, പാപം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നെ കാണാൻ പാടില്ല. നീ എവിടെയാണ് കാണപ്പെടേണ്ടത്? ദൈവത്തിന്റെ മക്കളുടെ കൂട്ടത്തിൽ നീ കാണപ്പെടണം. ദൈവത്തിന്റെ ആലയത്തിൽ നീ കാണപ്പെടണം. ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടിട്ട് യേശു എന്താണ് അവനോട് പറഞ്ഞത്? 14-ാം വാക്യം,
നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്നു പറഞ്ഞു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഈ ദിവസം ഇതേ സന്ദേശവുമായിട്ട് നാം പോകണം. യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു, എനിക്ക് സൗഖ്യം നൽകി എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയുക. നിങ്ങൾ ഇനി എന്തു ചെയ്യണം? ഇനിമേൽ പാപം ചെയ്യരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾക്ക് സ്വന്തം അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അനേകർ സൗഖ്യത്തിനു വേണ്ടി വരുന്നവരുണ്ട്, രോഗം മാറാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ മാറുമോ ഇല്ലയോ? പോകും. പോയതിനു ശേഷം നാമും പോകും. പിന്നീട് എപ്പോഴാണ് വരുന്നത്? അടുത്ത പ്രാവശ്യം രോഗമുണ്ടാകുമ്പോഴാണ് വരുന്നത്. നോക്കൂ, അതല്ല ക്രിസ്തീയ ജീവിതം. അതല്ല. ഒരു തവണ യേശുക്രിസ്തു നിന്നെ വിടുവിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ കർത്താവ് നിന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിമേൽ നീ പാപം ചെയ്യരുത്. പാപിനിയായ ഒരു സ്ത്രീയെ കർത്താവിന്റെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ഇവളെ വ്യഭിചാരത്തിൽ തന്നെ പിടിക്കപ്പെട്ടിരിക്കുന്നു, ന്യായപ്രമാണത്തിൽ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്നു, എന്നാൽ നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവിടെ മേൽ കല്ല് എറിയട്ടെ. അപ്പോൾ മുതിർന്നവർ മുതൽ ചെറിയവർ വരെ മനസാക്ഷി കുറ്റം വിധിച്ചിട്ട് അവിടെ നിന്ന് കടന്നുപോയി. കർത്താവ് മാത്രം അവിടെ അവശേഷിച്ചു. ആ സ്ത്രീയും അവിടെ നിന്നു. പാപം ഇല്ലാത്തവൻ കർത്താവ് ഒരുവൻ മാത്രമാണ്. എന്നിൽ പാപമുണ്ടെന്ന് ആർക്ക് പറയുവാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മൗനമായി നിന്നു. അവനെ ന്യായം വിധിച്ചതായ പീലോത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു ദോഷവും കാണുന്നില്ല എന്ന്. അവനിൽ ഒരു ദോഷവും കണ്ടില്ല. എന്നാൽ ക്രൂരമായ ക്രൂശുമരണത്തിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. എന്നാൽ അവൻ പാപം ഇല്ലാത്തവനാണ്. അവിടെ ആ പാപിനിയായ സ്ത്രീ നിൽക്കുകയാണ്. എല്ലാവരും ഓടിപ്പോയി. അവൾക്കും ഓടിപ്പോകാമായിരുന്നല്ലോ. അവൾ എന്തുകൊണ്ട് ഓടിപ്പോയില്ല? ഞാൻ പാപിനിയാകുന്നു, ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യയാണ്, ഞാനൊരു പാപിനിയാണ്. യേശുക്രിസ്തു പാപം ഇല്ലാത്തവനാണ്. എല്ലാ പാപികളും കടന്നുപോയി. എന്നാൽ ഈ കർത്താവ് എന്നെ ശിക്ഷിക്കുവാനായി യോഗ്യനാണ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ കർത്താവ് തലയുയർത്തി നോക്കി എന്താണ് വിളിച്ചത്? സ്ത്രീയെ. ആരെങ്കിലും വേശ്യ ഇത്ര റെസ്പെക്റ്റോടെ വിളിക്കുമോ? സ്ത്രീയെ എന്താണ് എല്ലാവരും വിളിക്കുന്നത്? ഒന്നിനും കൊള്ളാത്തവളെ, നശിച്ചവളെ, കുടുംബം നശിപ്പിക്കുന്നവളെ എന്നൊക്കെയാണ് ഇതുവരെയും എല്ലാവരും അവളെ വിളിച്ചത്. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ അവളെ സ്ത്രീയെ എന്ന് വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നത് അവൾക്ക് കേൾക്കാനിടയായി. കർത്താവ് അവളെ നോക്കി വിളിച്ചു, സ്ത്രീയെ, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ ശിക്ഷ ഞാൻ വഹിച്ചുകൊള്ളാം. നിന്റെ മുഖത്ത് വീഴേണ്ടതായ തുപ്പലുകൾ ഞാൻ വഹിച്ചുകൊള്ളാം. തള്ളപ്പെട്ടു പോകേണ്ടവളായിരിക്കുന്ന നിനക്ക് പകരമായിട്ട് ഞാൻ ക്രൂശിതനായി തള്ളപ്പെടുവാനിടയാകും. ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവ് പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് കടന്നു വന്ന ആരും തന്നെ ഇനിമേൽ പാപം ചെയ്യരുത്. പാപം ചെയ്യരുത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും തന്നെ പാപം ചെയ്യുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം എപ്പോഴെങ്കിലും ഏതെങ്കിലും ശോധനയിൽ വീണുപോയാൽ അനുതപിക്കണം. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സകല അനീതിയും പൊക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവൻ നീതിമാനും വിശ്വസ്തനും ആകുന്നു, ദൈവമാകുന്നു എന്ന വചനം പറയുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നത്തെ ദൈവിക സന്ദേശം കേട്ടതു മുതൽ എൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. എൻ്റെ ദേഷ്യം മാറിപ്പോയി. ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പാപത്തിന് ഇടമില്ല. ദൈവം തൻ്റെ അത്ഭുത കാര്യങ്ങൾ എന്നിൽ നിറവേറ്റിയിരിക്കുന്നു. ഞാനിപ്പോൾ ദൈവ പൈതലായി ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയേണ്ടതായ വ്യക്തികളാണ്. ഈ ദൈവത്തിൻ്റെ സന്ദേശം കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഫലം കാണേണ്ടതാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, ഏത് പ്രശ്നത്തിലായാലും ശരി,
ഏത് കുടുംബ പ്രശ്നത്തിലായാലും ശരി, ഏത് രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ശരി, നിങ്ങൾ വായ് തുറന്ന് ദൈവത്തോടൊരു വാക്ക് പറയണം. ദൈവത്തോട് നാം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണിത്. നിനക്ക് എന്താണ് വേണ്ടതെന്ന് കർത്താവ് ചോദിക്കുകയാണ്. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് കർത്താവ് പറഞ്ഞു. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കൂടി വന്നതായ നിന്റെ മക്കളെയെല്ലാം നീ നോക്കുമാറാകണമേ. ഏതെല്ലാം ഭവനത്തിലാണ് കിടക്കയിൽ കിടക്കുന്ന രോഗികളുള്ളത്, ആ കുടുംബങ്ങളിൽ നിന്റെ വലിയ വിടുതൽ അയക്കുമാറാകണമേ. പിശാചിന്റെ സകല ബന്ധനങ്ങളെയും പൊട്ടിച്ച് നിന്റെ വലിയ പ്രവർത്തികളെ നീ അയക്കുമാറാകണമേ. യൗവനക്കാരെ നീ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ അവരെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരോട് മനസ്സലിയണമേ. ശ്രേഷ്ഠമായ വഴികൾ നീ തുറന്നു കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ പുത്തൻ വഴികളെ തുറന്നു കൊടുക്കണമേ. പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്ന ആളുകളെ നീ എഴുന്നേൽപ്പിക്കണമേ. വ്യഭിചാര പാപത്തിൽ അകപ്പെട്ടു പോയവരെ നീ ഇന്ന് വിടുവിക്കുമാറാകണമേ. മദ്യപാനത്തിന്റെ പിടിയിൽ അകപ്പെട്ട് പോയിരിക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന അനുഗ്രഹത്തിന്റെ വാഗ്ദത്തവുമായി കടന്നു പോകാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.